വക്രതുണ്ടമഹാകായ സൂര്യകോടിസമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീനായകം രാമചന്ദ്രം ഭജേ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീനായകം രാമചന്ദ്രം ഭജേ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീനായകം രാമചന്ദ്രം ഭജേ. നമസ്കാരം. തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ കുംഭാഭിഷേക മേളയോട് അനുബന്ധിച്ചാണ് ഗംഗാരതി ചടങ്ങ് നടന്നത്. ഇതിൽ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അത്രയും വന്ന് നിൽക്കുന്ന തിങ്ങി നിറഞ്ഞ ജനങ്ങൾക്കിടയിൽ നിന്നും ഈ വീഡിയോ എടുക്കുന്ന പറഞ്ഞാൽ അത്ര ചെറിയ ഒരു സുലഭമായ കാര്യമല്ലായിരുന്നു. പല ബുദ്ധിമുട്ടുകളും ഇതിന് ചുറ്റും തന്നെ, ആ കുളത്തിന് ചുറ്റും തന്നെ ഒരുപാട് ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ വീഡിയോ അത്ര പെർഫെക്റ്റായി എടുക്കാൻ കഴിയുന്നില്ല. പല തടസ്സങ്ങളുണ്ടായി. പിന്നെ എങ്ങനെയായാലും ഒരു ചെറിയൊരു വീഡിയോ എനിക്കും കിട്ടി. പിന്നെ ഇത് ഒരു പ്രാർത്ഥന ഭജനവും നമ്മുടെ ജീവിതത്തിനെ എങ്ങനെയാണ് മാറ്റുന്നത് എന്നാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. മാനസികമായിട്ട് നമ്മൾ ഓരോ സന്ദർഭങ്ങളിലും വളരെയധികം തകർന്ന പ്രതിസന്ധി ഘട്ടത്തിലെടുക്കുന്ന നേരത്ത് നമ്മൾ ദൈവവചനങ്ങൾ കൊണ്ട് വളരെയധികം നമ്മളുടെ മനസ്സിന് പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് നയിക്കാനും നമ്മളെ ജീവിതത്തിൽ തന്നെ പല കാര്യങ്ങളും മാറ്റിമറിയാനും ഉപകാരപ്പെടുന്നുണ്ട്. നോക്കൂ, മറ്റ് ജീവജാലങ്ങളെക്കാളും വ്യത്യസ്തമായിട്ട് മനുഷ്യന് കിട്ടിയിരിക്കുന്ന ഏക ഒരു വരമാണ് നമുക്ക് സംസാരിക്കുവാനും ചിന്തിക്കുവാനും ദൈവത്തെ നമ്മൾക്ക് വിളിക്കുവാനുമുള്ള ഒരു അവസരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എന്നിട്ട് പോലും ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും അവനവനെ തന്നെ വളരെയധികം ഡെസ്പായിട്ടും വളരെ നിരാശയായിട്ടും ജീവിച്ച് കാണാം. പക്ഷേ ഒരു നേരം ദൈവത്തിന് വിളിക്കാനുള്ള അനുഗ്രഹം കിട്ടാതെ നടക്കുന്ന ഈ ജീവജാലങ്ങളൊന്നും തന്നെ അവരുടെ ജീവിതചര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചും കണ്ട് ഒരു ആത്മഹത്യയെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ചിന്തിക്കുകയില്ല. എന്ത് തന്നെയായാലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ നമ്മളുടെ ജീവിതത്തിന് ഒരു ആത്മാവിനെ അതിനെ തന്നെ ശക്തിപ്പെടുത്തുവാനുള്ള ഒരു വരദാനമായി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നമുക്ക് മറികടക്കാനുള്ള ശക്തി ദൈവം തന്നെ തരുന്നതാണ്. അത് യൂണിവേഴ്സ് ആയിക്കോട്ടെ, ദൈവമായിക്കോട്ടെ, ഏത് ചിന്തകളിലാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. നിങ്ങൾ വിശ്വാസിയായിരിക്കാം അല്ലായിരിക്കാം, പക്ഷേ എല്ലാവർക്കും ഒരേ ഇത് തന്നെയാണ്, ആത്മാവ് തന്നെയാണുള്ളത്. അത് എത്രയും നല്ലൊരു രീതിയിൽ തന്നെ നമ്മളെ ജീവിച്ച് തീർക്കുവാനുള്ള അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട്. ഇനി ഏത് ജന്മം എടുത്താലും ദൈവവചനം ശ്രവിക്കാനുള്ള അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ.